പഴയ വായനാശീലമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു ബുക്ക് ഷെൽഫ് ഒന്ന് അടുക്കി പെറുക്കി. അതത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. പെട്ടെന്ന് പൊടി തട്ടി അടുക്കി ഒതുക്കി വെക്കലൊന്നും നടക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നെടുത്ത് മറിച്ചു നോക്കി അടിവരയിട്ട വരികളിലൂടെ ഒന്നുകൂടി കണ്ണോടിച്ച് ചിലത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൊട്ടും തലോടിയും ഓമനിച്ചും പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ ഒരുപാട് നേരമാവും. ഈ അടുക്കിപ്പെറുക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് ഇഷ്ടത്തോടെ വായിച്ചു തീർത്ത പുസ്തകങ്ങളിലെ കഥയും കഥാപാത്രങ്ങളും മനസ്സിൽ ഇങ്ങനെ വന്ന് നിറയും. ഇടയ്ക്ക് ഞാൻ പറയാട്ടോ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച്. എന്തായാലും വെക്കേഷനായിട്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണുങ്ങളെ കൊണ്ട് പറ്റുന്നത്ര പുസ്തകങ്ങൾ വായിപ്പിക്കുക എന്നുള്ളതും എൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. അപ്പോൾ നമ്മളും മോശമാവാൻ പാടില്ലല്ലോ. അവരോട് വായിക്കാൻ പറയുമ്പോൾ അവരുടെ കൂടെ നമ്മളും ഇരുന്ന് വായിക്കണം. എന്നാലേ അവർക്കും വായിക്കാൻ ഒരു ഇഷ്ടമൊക്കെ തോന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ബോധിയുടെ 30 ഡേ ഇംഗ്ലീഷ് ഫ്ലുവൻസി ചാലഞ്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ബാച്ചിലെ എൻ്റെ കൊച്ചു കൂട്ടുകാരും ഇപ്പോൾ വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാർ ഈ പുസ്തകങ്ങൾ തന്നെയല്ലേ. അവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത, അവരെ ഒരിക്കലും ചതിക്കാത്ത കൂട്ടുകാർ.